ചീക്കപ്പോ വാ കേറാകത്തേക്കിനി. ലക്ഷ്മി ലക്ഷ്മി എല്ലാരും ഒന്ന് വിളിച്ച്, എനിക്ക് എല്ലാരോടും കൂടെ ഒന്ന് സംസാരിക്കാനുള്ളത്. ചേക്കപ്പേട്ടാ ഞാൻ വേറെ വിളിക്കാം. രാതു, മാധവേട്ട, ആദ്യേട്ട, പിള്ളേരെ എല്ലാരും ഇങ്ങോട്ട് വന്നേ. ദേ ജയിക്കപ്പേട്ട വന്നിട്ടുണ്ട് കേട്ടാ. എല്ലാരും വന്നില്ലേ? ഇനി ആരും ഇല്ലല്ലോ വരാൻ. എല്ലാരോടും കൂടെയാണ്. ഒരാഴ്ച കഴിഞ്ഞാ എന്റെ മോളുടെ കല്യാണമാണ്. അത് മാത്രല്ല, ഇതിപ്പോ 28 തുടങ്ങിയ 8 തീരുവോ. കാരണം ഒരാഴ്ച നീണ്ടു നിൽക്കും. പിന്നെ സൗകര്യമൊക്കെ എന്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. എന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം കല്യാണം കഴിയണവര്. ആരുടെയൊക്കെ 12 ദിവസം എന്നൊക്കെ പറയുമ്പോ അല്ലാണ്ട് നീണ്ടുപോയില്ലേ? എന്താ ഇപ്പൊ 12 ദിവസമൊക്കെ നീണ്ടു നിക്കണേ? അത് സാധാരണ അങ്ങനെയൊക്കെ ഒന്നും നീണ്ടു നിക്കാറില്ലല്ലോ. എടാ, അത് പിന്നെ ഞാൻ ക്രിസ്ത്യനും അവളും ഹിന്ദു ആണല്ലോ. അപ്പൊ മോളുടെ ഒരാഗ്രഹം 2 രീതിയിലും കല്യാണം നടത്തണമെന്ന്. പിന്നെ ഞങ്ങൾ എതിർക്കാനൊന്നുമില്ല. മോളോട് ചോദിച്ചപ്പോ മോള് പറഞ്ഞു അങ്ങനെ മതിയെന്ന്. അവൾക്ക് 2 രീതിയിലും കല്യാണം കഴിക്കാനാ താല്പര്യം എന്നാ പറഞ്ഞേ. ഇത് ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോ ചെറുക്കന്റെ വീട്ടുകാർക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ നടത്തിയാൽ മതി എന്നാ പറഞ്ഞു. ആണോ? എന്നാ മോൾക്ക് ഇഷ്ടമെങ്കിൽ അത് മതി. പിന്നെ എന്താ, ഈ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോ 12 ദിവസമൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ എന്തൊക്കെ പരിപാടികളാ ഉണ്ടാവുക? ആകെ തീരുമാനിച്ചിട്ടുള്ളത് കല്യാണം ബാച്ചിലർ പാർട്ടിയാ. ബാച്ചിലർ പാർട്ടി മറ്റന്ന് എല്ലാരും അങ്ങോട്ട് പോന്നേക്ക്. അന്ന് ഞങ്ങൾ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് ഫുൾ അനൗൺസ് ചെയ്യാം. പിന്നെ എല്ലാരും പറഞ്ഞ ഇനി പോണ വഴിക്ക് മാത്യൂസിന്റെ വീട്ടിലും കയറി അവരോടും കൂടെ പറയാനുള്ളതാ. ശരി എന്നാ. ചേട്ടാ, എന്നാ നിങ്ങൾ ചെല്ലി. ഇനി മാത്യൂസിന്റെ അവിടെയൊക്കെ പോയി വീട്ടിലെത്തുമ്പോഴേക്കും വൈകില്ലേ? മോളോട് ഒറ്റക്കല്ലേ, നിങ്ങ എന്തായാലും ചെല്ലി. എല്ലാം കേട്ടല്ലോ. മറ്റൊന്ന് ബാച്ചിലർ പാർട്ടിയാ. അപ്പൊ മറ്റൊന്ന് പോവാൻ നമുക്ക്. പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ. മറ്റൊന്ന് പോയാ പിന്നെ ഇനി 8-ാം തീയതി വരുമോ? കേട്ടല്ലോ. പോയി വേണ്ട ഡ്രസ് മൊത്തം എടുത്ത് വെച്ചോ. പിന്നെ ഇനി നിങ്ങൾ തിരിച്ചു വരില്ല. അപ്പോൾ ചെറിയ നമ്മുടെ മാത്യൂസ് അങ്ങളുടെ മോനായിരുന്നല്ലേ? ഞാൻ ഇപ്പഴാ ഇതൊക്കെ അറിയണം. അതല്ലോടി പറഞ്ഞ പോലെ അമ്മമാരുണ്ടാവില്ലോടി കല്യാണത്തിന്. പിന്നില്ലാതെ അമ്മമാരെന്തായാലും ഉണ്ടാവും. പിന്നെ മാത്യൂസ് അങ്ങനെ ഉണ്ടാവില്ലേ? ദേവു, നീ വല്ല പണി വല്ലം കൊടുക്കുന്നുണ്ടോടി അവന്മാർക്ക്? കൊടുക്കണം. വരട്ടെ അവന്മാര്. എനിക്കെല്ലാമേ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. അല്ല, ഈ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞില്ല അന്ന്. ആ പാട്ട് എന്താണ്? അത് പറ. കുറെ നാളായി അവള് എന്നെ പറ്റിച്ചടക്കാൻ തുടങ്ങിയിട്ട് പറ. എടി മഹാനടി, അന്നെന്തായിരുന്നു? ചിരിക്കല്, സംസാരിക്കല്, ഫുഡ് കഴിപ്പിക്കല്, കളിയാക്കല്, ചിരിക്കല്, ഇതൊക്കെ നിന്റെ അഭിനയമായിരുന്നല്ലേടി? കള്ളി കൊള്ളാട്ടം. പിന്നെ പാട്ട് മറ്റേ പാട്ടടി സെന്നറിയിട്ടില്ലേ? ഇടിഞ്ഞു അത് പാടടി. നീ അത് പാടാനൊക്കെ നല്ല രസമാണ്. കുറെ നാളായില്ലേ അത് പാടിയിട്ട്? അത് പാടടി. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡാൻസ് കളിക്കണ്ടേ? ഏത് ഡാൻസ് കളിക്കും ആവോ? ഇന്നിരുന്ന് യൂട്യൂബിൽ ഇരുന്നപ്പ ഏതേലും പാട്ട് കിട്ടും. നമുക്കതില് 2-3 സ്റ്റെപ്പൊക്കെ ഒപ്പിച്ചെടുക്കാം. പറയാ, നമുക്ക് നാളെ സ്റ്റെപ്പ് പ്രാക്ടീസ് തുടങ്ങാം. ഓക്കെ? പോരട്ടെ, നീ ആരുടെ ഇവിടെ നോക്കിക്കണേ? നിന്റെ ഫോൺ അടിക്കണ്ടി. അതൊന്ന് പോയേ. ഓക്കെ, ഞാൻ പോയി വിളിച്ചിട്ട് തരാം. അവളെ കൊള്ളാലടാ. ആര്? നീ എന്തൊക്കെ പറയണം? അല്ല, നീ മറ്റവർക്ക് പണി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വീട്ടിൽ ചെന്നിട്ട് കാളി എനിക്ക് തമാശക്കായിരുന്നല്ലേ? എന്തേ? വേറെ ആരുടെ ദീക്ഷിത? എടാ, ഇത്രയും ദിവസം ഞാൻ അവളെ കണ്ടപ്പോ ഞാൻ അവളുടെ മുഖത്തോട്ട് പോലും നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് ഫുഡ് കൊടുക്കാൻ പോയപ്പോ ഞാൻ കണ്ടടാ, അവളുടെ മുഖം ഞാൻ കണ്ടടാ. കണ്ടപ്പോ തന്നെ ഞാൻ വീണു. സത്യം പറയാലോ, എനിക്കവളെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി.
ഇനി ഞാനൊന്നും ഇല്ലടാ കണ്ടുപിടിക്കാനാ. കാരണം നീ കണ്ടുപിടിച്ച ഉള്ളും കൃഷ്ണനും പോയി. നീ ഇന്ത്യക്ക് എനിക്ക് എന്തോ സന്തോഷമായെന്നറിയോ. ഞാൻ വിചാരിച്ച അവളതൊക്കെ മനസ്സിലാക്കി നടക്കണേ. നിനക്കെന്ത് പറ്റിയിടാ? എടാ നീ ആരെ പറ്റി ഒന്നും പറയാറില്ലല്ലോ. എന്തെങ്കിലും കറക്റ്റ് അടിക്കാണോ നിനക്ക്? അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണത്തിനൊന്നും പോയിട്ട് വേണം എനിക്ക് അവളൊന്ന് വിളക്കാൻ. ആരെ? അവളെ മുളയ്ക്കാൻ. നീ ചെല്ലങ്ങോട്. അങ്ങനെ ചെന്നാലും മതി. അവളെ നിന്നെ ഒടിച്ചു വിടും. ബാമു അങ്ങനെ പറയല്ലടാ. നീ അല്ലടാ ഇക്കോളൂ. എടാ എങ്ങനെയും സെറ്റാക്കി താടാ. ഞാനെന്റെ കാല് പിടിക്കാടാ. ഇപ്പൊ എന്ത് ചെയ്യാനാ? സെറ്റാക്കി തരാം. പിന്നെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഞാൻ പറയാം. ഇപ്പൊ എന്തായാലും മോൻ അവളെ സ്വപ്നം കണ്ടോണ്ടിരുന്നു. ചേട്ടൻ ഒരു കോൾ ചെയ്തിട്ട് വരാം. ഹലോ കേക്കണ്ട? എടി അതെ നമ്മുടെ തക്കുടൂനി ക്രഷ് അടിച്ചടി. ആരോട്? ദേവോട്. ഞങ്ങൾ ഇന്ന കാര്യം പറഞ്ഞപ്പോ അവളെന്തേലും പറഞ്ഞടി. ഹലോ എടാ എനിക്ക് കേക്കണ്ട്, നീ പറഞ്ഞു. ശരിക്കും അതെനിക്കന്നത് നോട്ടം കണ്ടപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ശരിക്കും എന്നെ ക്രഷ് അടിച്ചാടാ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ അവള് പറഞ്ഞത് പണി കൊടുക്കണമെന്നാണ്. ഞാൻ ഐശ്വര്യ ചോദിച്ച് പണി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവള് പറഞ്ഞു പണി കൊടുക്കുന്നുണ്ടെന്ന്. അതെല്ലാം അവളുടെ അഭിനയിക്കുന്നതാ. സംശയം ഉണ്ടാകാണ്ടിരിക്കാൻ എന്ത് ചെയ്യാണ് അതുങ്ങളെയൊക്കെ? നിങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കിയിരിക്കും. നമുക്കൊന്നും നടക്കൂല മോനെ. അവളെ സ്വപ്നം കണ്ണൂടെ കിടക്കുക. അവള് പണി കൊടുക്കുമെന്ന് അറിഞ്ഞോണ്ടല്ലോ അപ്പൊ അവര് സ്വപ്നം കണ്ണ്. അവൻ നല്ലോണം അനുഭവിക്കും. മിക്കവാറേ അവൻ നല്ലോണം വാങ്ങിക്കോട്ടും. അതേപോലെ അല്ലേ അവൻ അവളോട് കാണിച്ചേക്കണത്. എടാ ഞാൻ കൂട്ടതേ ആ ദേവി പറഞ്ഞുണ്ട്. പിന്നെ വിളിക്കാം. ശരി. ആരെയെന്ന് ചെല്ലി. പിന്നില്ല നാളെ പറഞ്ഞോട്ടാ. അവരോട് പറയണ്ട. എന്തേലൊക്കെ പറഞ്ഞു പോകും. ഞാനും പറഞ്ഞേ. ബൈ ഉമ്മ. എടി കുട്ടു വാടി കിടക്ക. അല്ല ഈ തെരഞ്ഞേരം എന്തേനായിരുന്നു? ആരാടി വിളിച്ച? ചിത്തിമ്പഴി നിന്റെ കാമുകനല്ലേടി. പിന്നെ ഓടി കാമുകനൊന്നുമില്ല. എടി ഞാൻ എന്തേലും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേരുന്നു. സത്യം. അതിനിടെ എന്റെ ഇത്ര നേരം എന്നോട് വിളിച്ചോണ്ടിരിക്കണേന്നില്ലേ? പിന്നെ ഇതിലെന്റെ സത്യം പറയടി. ആരാടി വിളിച്ച? അയ്യോ പെട്ട്. എടി നിന്റെ കടി ലിൻഡയുടെ കല്യാണക്കാര്യം പറയാൻ വിളിച്ചതാ. നീ ഒന്ന് ഉറക്കം വന്നിട്ട് വേണ്ട. നാളെ എക്സാം അല്ലേ? മോളെ കുട്ടു വെറുതെ കളിക്കല്ലേ. ഞാനതറിയുന്ന ദിവസം നീ തീർന്നു നിന്റെ മറ്റവനും തീർന്നു. ഇപ്പളെ ഞാൻ പറഞ്ഞേക്കാം. ശരി വാ നമുക്ക് പോയി കിടക്കാം. മോളെ കുട്ടു നിനക്ക് എന്നാ പറ്റിയടി? ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ചയാടി. നിനക്ക് എന്തൊരു വയ്യേ? നാളെ രാവിലെ എഴുന്നേറ്റക്ക് ഞാൻ ആശുപത്രിക്ക് കൊണ്ടുപോകട്ടാ. പിന്നെയും കുടിയെന്നു. ദൈവമേ ഞാനും എന്റെ താമോ എന്ത് ചെയ്തിട്ടാണോ? ഇന്നേരം കിട്ടും. അപ്പൊ വന്നു പറഞ്ഞത് ശരിയാണല്ല. എക്സാം ഒക്കെ കഴിയില്ലേ? എന്നാ ഞാൻ പോയി കിടക്കാം. നിങ്ങളെ കല്യാണം കയറാമത് ബാച്ചിലർ പാർട്ടി. വാ. എനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. കണ്ടുപിടിക്കണം. എന്തോ നീന ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാവും. കാളി കുട്ടു നിന്നെ അടുത്തോളാം. പിള്ളേരെ നിങ്ങൾ എന്ത് നോക്കിക്കോ. പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് 4 മണിക്ക് പോകണം. 7 മണിക്കുള്ള പരിപാടി തോന്നും. ഓ ചെല്ലി. പറഞ്ഞേക്ക് 4 മണിക്ക് ഇറങ്ങുന്ന പറഞ്ഞത്. നോക്കാം. എന്തായാലും ഇതേ പിള്ളേരെ നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നീ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വന്യെന്ന് പോലും പറയാൻ പറ്റില്ല. അമ്മ നിങ്ങളെല്ലാവരും നിന്നിട്ട്. കാരണം ഞങ്ങൾ ഇന്നൊരു പമ്പ സെറ്റപ്പിലാണ് വരാൻ പോകുന്നത്. എന്താണാവോ മക്കളുടെ പമ്പ സെറ്റപ്പ്? പറ കേക്കട്ടെ. കുട്ടു നോ അതൊക്കെ അവള് വെക്കേണ്ട മതി. വാ കുട്ടു നമുക്ക് ഡ്രസ് എടുത്ത് നോക്കാം. മമ്മി പപ്പാസ് പോകണം. കല്യാണം എന്തൊക്കെയോ പ്ലാൻ ചെയ്യണുണ്ട്. അവിടെ വെച്ചറിയാം എന്തൊക്കെയാണ് കാണിച്ചോട്ടിരുന്നത്. 2000 years later. അമ്മ ദേവരെ വന്നോട്ടോ.
എടി ഇന്ന് നീ വേഗം അവരെ അതോട്ട് വിളിക്ക്. ഞാൻ പോയി കുടിക്കാൻ എന്തേലും കൊടുക്കട്ടെ ചെല്ലേ. ആ അമ്മ ഞാൻ പോയി വിളിക്കാം. ആ എടി വാ കേറ്, അത്ത കേറ്. ആന്റി വാ അത്ത കേറ്. അമ്മേ വാ കേറ്. ആ മോളെ അമ്മ എന്തേ? ആന്റി അമ്മ അതേ കുടിക്കാതെടുക്കാൻ പോയേക്കുക. ആണോ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകാം. മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കേ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആവും ഗസ്റ്റ് ഹൗസിൽ. ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോയിട്ടെ. മാധവ ആദി വന്നീടാ, കുറച്ച് പണിയുണ്ട്. വാ, കുറച്ച് ഇമ്പോർട്ടന്റാ. അത് ശരി, എല്ലാരും പോയില്ലേ? ഇന്ന് വന്നെന്തേലും എടി വാ, ഗസ്റ്റ് ഹൗസ് കാണിച്ച എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ എന്നാ വാടി.